സ്വത്രം 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 സ്വത്രം. എന്നേക്കാളും നിങ്ങളെക്കാളും അറിവുള്ള, അനുഭവമുള്ള, വെളിപ്പാടുള്ള മനുഷ്യനല്ലേ പൗലോസ്? അല്ലേ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആളല്ലേ? ദൈവാസന്മാരെ നിങ്ങൾ നന്നായിട്ട് കേൾക്കണം. പുള്ളി എഫേസോസ് സഭയോട് പറയുന്ന ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലൊന്ന് എഴുതണമെന്ന് എനിക്കുണ്ട്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഒരു 3 ദിവസം ഒരു കാറ്റടിച്ചു. പേപ്പതി, പിറവം, ഇടയാർ, കൂത്താട്ടുകുളം, മോനിപ്പള്ളി ആ ഭാഗങ്ങൾ വഴി അവൻ ഇങ്ങനെ ഒന്ന് കടന്നുപോയി. എത്ര മരങ്ങൾ ഒടിഞ്ഞു, എത്ര ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു. ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല പലയിടത്തും. ഒരു കാറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ ഈ ഭൂമിയിലെ ബിൽഡിങ്ങുകൾക്ക് കഴിയത്തില്ല. അതിക്കൂട്ട ഒരു സാധന പെന്തക്കോസ്ത് നാളിൽ അടിച്ചത്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കും. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാവോ? അവൻ തന്റെ ദൂതന്മാരെ കാറ്റുകളും അവന്റെ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയുമാക്കും. റബാല റബഖറബ റഖലബ റുബാല ശമന റബഖലദറബ ഖാസിയ. ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയാക്കുമെന്ന്, ശുശ്രൂഷകന്മാരെ കാറ്റുപോലെയാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ പവർ കൂടും, നിന്റെ സ്പീഡ് കൂടും. നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ഇന്ന് ഇവിടെ വന്ന മുഴുവൻ കർത്തൃദാസന്മാരും മുഴുവൻ സഹോദരി സഹോദരന്മാരും ഈ ഒരു പവർ ഒന്ന് അറിയണം. അവന്റെ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. സ്തോത്രം. അതിപ്പോ ഇംഗ്ലീഷിലോട്ട് മാറ്റുമൊന്നും വേണ്ട. കർത്താവിന്റെ ശുശ്രൂഷകന്മാർ അഗ്നിജ്വാലയ്ക്ക് സമമാകും. കർത്താവിന്റെ ദൂതന്മാരും, ദൂതൻ എന്ന് വിളിച്ചിരിക്കുന്ന പാസ്റ്ററയാ, എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, അവനെ കാറ്റുകൾക്ക് സമമാക്കും. ഏത് വീഴാത്ത മരവും വീഴും. നീ ആത്മശക്തി പ്രാപിച്ചാൽ, നീ ആത്മാവിൽ നിറഞ്ഞാൽ ഏത് വൻമരങ്ങളും വീഴും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഗ്ലോറി 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 ഗ്ലോറി. വീണ്ടും ഞാൻ പറയുന്നു, അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ അറിയണം.
ഇന്നിവിടെ കൂടി വന്ന സഭ അറിയണം. ഇന്നിവിടെ കൂടി വന്ന സഭ അറിയണം. ഇന്നിവിടെ കൂടി വന്ന സഭ അറിയണം. 2024 മെയ് മാസത്തിൽ അത് അറിയണം. അജ്ഞത വലിയ അപകടം ഉണ്ടാക്കും. നമുക്കുള്ള പവർ നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് ധൈര്യം വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളങ്ങ് തളർന്നു പോവല്ലേ. ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും നമ്മളങ്ങ് കാറ്റുപോയ ഫുട്ബോൾ പോലെ ആയി പോവല്ലേ. ആമേൻ. നിന്നിൽ പകർന്നിരിക്കുന്ന ശക്തി നിനക്കറിയാമോ? നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇത്ര മഹത്വമുള്ള ഒരു വേല വേറെ ഇല്ല. ഇത്ര മഹത്വമുള്ള ഒരു പുസ്തകം വേറെ ഇല്ല. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ. വിശ്വാസത്തിൽ പരിചയക്കുറവുള്ളവരും വിദ്യാഭ്യാസം കുറവുള്ളവരും കൂടുതലുള്ളവരും എല്ലാം ഈ വാക്കൊന്ന് പഠിച്ചുകൊണ്ട് പോകണം. ഞാൻ പറയാ, ഏറ്റു പറയണം. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്കറിയണം. 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 ഇത് നമ്മൾ സ്വർഗത്തിൽ പോയിട്ടല്ല അറിയേണ്ടത്. ഇതിവിടെ വെച്ച് അറിയണം. സ്വർഗത്തിൽ പോയിട്ട് പിന്നെ അറിയേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് അത് അറിയണം. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഇതറിയാനായിട്ട് ജനത്തിൻ്റെ അകക്കണ്ണ് തുറക്കണമേ. ഇതറിയാനായിട്ട് ജനത്തിൻ്റെ അകക്കണ്ണ് തുറക്കണമേ. ഇതറിയാനായിട്ട് ജനത്തിൻ്റെ അകക്കണ്ണ് തുറക്കണമേ. ഇതറിയാനായിട്ട് ഈ അഭിഷക്തന്മാരുടെ അകക്കണ്ണ് തുറക്കണമേ. ഹല്ലേലൂയ. ഇതറിയാതെ പോയ ഒരു ഉപദേശി എത്ര അരിഷ്ടനാണ്. അവനിങ്ങനെ തീരെ അങ്ങ് പൈസയ്ക്ക് വേണ്ടിയൊക്കെ വളഞ്ഞ വഴികൾ കാണിക്കുകയും അങ്ങ് ദരിദ്രവാസിയായി ചമയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതറിയാഞ്ഞിട്ടാണല്ലോ. സ്തോത്രം 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 സ്തോത്രം. എങ്ങനെ ഇതൊന്ന് അറിയിക്കും? മറ്റൊരു വാക്യമുണ്ട് എൻ്റെ ഓർമ്മ വരിക. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്ത കാരണം കുഴഞ്ഞു പോണത്. അതൊക്കെ ആ ഒരു വാക്യം പറയാനാണെങ്കിൽ അതിൽ നിന്ന് വളരെ പഠിക്കാനുണ്ട്. പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിലൊക്കെ കിടക്കുന്ന ഒരു ഭാഗമെടുത്ത് യേശു കർത്താവിനെ കൊടുക്കാൻ വേണ്ടി പരീശന്മാർ കൊണ്ടുവന്നു, സദൂക്യർ കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ വാക്കാണ് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയണമെന്ന്. അപ്പൊ തിരുവെഴുത്ത് അറിയാവുന്നവരാ വന്നത്, ദൈവശക്തിയോട്ട് അറിയാനും മേല. ഇന്നത്തെ ആളുകളിൽ ഒരു കൂട്ടർക്ക് തിരുവെഴുത്തറിയാം, ദൈവശക്തി അറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പവർ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ സോഴ്സ് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ പ്രൊവിഷൻസ് നിങ്ങൾക്കറിയാമോ? സാധ്യതകൾ അറിയാമോ? ശക്തി അറിയാമോ? നീ ചെറിയവനല്ല. നിനക്ക് ഇതിലും വലിയ കാര്യങ്ങൾ സാധിക്കും.
നിന്നെ കൊണ്ട് ഇതിലും വലിയ ദൈവം ചെയ്യിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അളവറ്റ ശക്തി. ഈ മൊബൈലിന്റെ പവർ എത്രയാന്ന് പിള്ളേരോട് ചോദിച്ചാൽ പറയും. 5 GB 2 GB ഇങ്ങനെയൊക്കെ അവർ കണക്ക് പറയും. വെള്ളമടിക്കുന്ന മോട്ടറിന്റെ കണക്ക് പറയും. മോട്ടോർ ബൈക്കിന്റെ പവറിന്റെ കണക്ക് പറയും. കാറിന്റെ പവറിന്റെ കണക്ക് പറയും. ക്യൂബിക് കപ്പാസിറ്റി, CC. പക്ഷേ പരിശുദ്ധാത്മ ശക്തിയുടെ അളവ് ഇതുവരെ കിട്ടിയിട്ടില്ല ആർക്കും. അത് മെഷർമെന്റ് ഇല്ലാത്തതാണ്. അൺമെഷറബിൾ പവറാണ്. അൺമെഷറബിൾ പവറാണ്. അൺമെഷറബിൾ പവറാണ്. ഗ്ലോറി ടു ഗോഡ്. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആരും അളന്നിട്ടില്ല. അളക്കാൻ ഒരു സ്കെയിൽ പോലും കണ്ടുപിടിച്ചിട്ടില്ല. അളക്കാൻ ഒരു സിസ്റ്റം ഇല്ല. അളവറ്റ ശക്തി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഒരിടത്തിറങ്ങിയ പോലെയല്ല വേറൊരിടത്തിറങ്ങിയത്. ചരിത്രം പഠിച്ചാൽ അറിയാം. ഒരു സ്ഥലത്തെ ഉണർവിൽ വെളിപ്പെട്ട പവറല്ല അടുത്ത സ്ഥലത്തെ ഉണർവിൽ വെളിപ്പെടുന്നത്. ഒരു രോഗിയുടെ അടുത്ത് വെളിപ്പെട്ട പവറല്ല അടുത്ത സ്ഥലത്ത് വെളിപ്പെടുന്നത്. ഇന്നത്തെ നിന്റെ ആവശ്യം എത്ര ടണ്ണുണ്ടോ അതിനേക്കാൾ കൂടിയ പവർ നിന്റെ മേൽ വരും. ഇന്നത്തെ നിന്റെ ആവശ്യം എത്ര കിലോയാണ് അതിനേക്കാൾ ഇരട്ടി പവർ ദൈവം നിനക്ക് തരും. അളവറ്റ ശക്തി, അളവറ്റ ശക്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് എഴുതി, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഒരു പ്രവചന ദൂത് വിളിച്ചു പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ നിനക്ക് ചാടാൻ പറ്റാത്ത, നിനക്ക് കേറാൻ പറ്റാത്ത, നിനക്ക് കടക്കാൻ പറ്റാത്ത ചില മതിലുകളെ ഇന്ന് നീ ചാടി കടക്കാൻ പോവുകയാണ്. ഇന്ന് നീ ചാടി കടക്കാൻ പോവുകയാണ്. ഇന്ന് നീ ചാടി കടക്കാൻ പോവുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അത് വ്യക്തിയിൽ പകരുന്ന ശക്തി. എന്നാൽ മറ്റൊരു മതിലിന്റെ മുമ്പിൽ ഇസ്രായേൽ സഭ വട്ടം കറങ്ങുക. ആ മതില് ബുൾഡോസർ വെച്ച് ഇളക്കിയാൽ 1 വർഷം പണിത ഇളകത്തില്ല. ബോംബിട്ടാലേക്കാത്ത മതിലാണത്. ആ മതില് വീണത് എങ്ങനെയാണെന്ന് വേദോസം 1 പ്രാവശ്യം വായിച്ചിട്ടുള്ളവർക്കറിയാം. അവിടെ മാനുഷിക ശക്തി ഉപയോഗിച്ചിട്ടില്ല. അവിടെ വെളിപ്പെട്ടത് ദൈവശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ അതെത്ര മെഗാ പവറാണ്. അത് അളക്കാൻ ലോകത്തിൽ ആർക്ക് പറ്റും? ഈ മരട് ഫ്ലാറ്റ് തകർക്കാൻ എത്ര മാസം ആലോചിച്ച് എത്ര ഉയർന്ന ടീമിനെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അതിൻ്റെ പൊടി കാരണം ആ പരിസരക്കാർക്ക് ആർക്ക് ജീവിക്കാൻ മേലാതെ ആയിപ്പോയി. എരിഹോ മതിലിടിഞ്ഞപ്പോൾ പൊടിയുണ്ടായെങ്കിൽ 25 ലക്ഷം വിശ്വാസികൾ ശ്വാസം മുട്ടിച്ചാകുകയില്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ഇടിഞ്ഞില്ല. ആ മതിൽ നേരെ ഭൂമിക്ക് അടിയിലോട്ട് പോയി.
ദൈവത്തിൻ്റെ ടെക്നോളജി മനുഷ്യന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഭൂമി ജീവിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും അല്ല ദൈവം പ്രവർത്തിക്കാൻ പോണത്. സ്വപ്നത്തിൽ കാണാത്ത വഴിയിലൂടെ ദൈവത്തിന് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും. ദൈവത്തിന് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും. നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴിയിലൂടെ ദൈവത്തിന് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയും. Thank you, Jesus. Hallelujah. 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 ശക്തി അറിയുക, ശക്തി അറിയുക. സ്തോത്രം, 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 സ്തോത്രം. എഫേസോസിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ ദൈവശക്തി അറിയണം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പൗലോസ് പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ പ്രാപിക്കാനായിട്ടും അറിയാനായിട്ട് ഇടയാകട്ടെ എന്നാൽ അതുകൊണ്ട് നിർത്തരുത്. ഇനിയുള്ള കുറച്ച് നാളുകൾ കർത്താവേ, നിൻ്റെ ശക്തി എന്നെ അറിയിക്കണമേ, നിൻ്റെ ശക്തി എന്നറിയാൻ എന്നെ സഹായിക്കണമേ, നിൻ്റെ ശക്തി എന്നറിയാൻ എന്നെ സഹായിക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. ശ്രദ്ധിക്കുക, എഫേസ്യർ 1:18 പറയുന്ന ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. അത് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടത് 1 പെന്തക്കോസ് നാളിൽ, 2 അപ്പോസ്തലർ പറയുന്ന 4:31, 3 അപ്പോസ്തലർ പ്രവൃത്തി 16:25. ഇവിടെയൊക്കെയാണ് പവർ വെളിപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നീട് ചരിത്രത്തിൽ പലയിടത്തും വെളിപ്പെട്ടിട്ടുണ്ട്. യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിൽ കൊടുത്ത യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു. കർത്താവ് പറയുന്നു, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു. ആ ശക്തി എങ്ങനെ അളക്കും? അനേക വർഷം ഭൂമി വിറ്റ് ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖം ആ ശക്തി വ്യാപരിച്ചപ്പോൾ മാറി. അങ്ങനെയാണെങ്കിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരമുണ്ടായാൽ, അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്ന് വീണാൽ, Thank you, Jesus. Thank you, Jesus. ഈ ശക്തി എങ്ങനെയാണ് ഒഴുകുന്നത്? ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി പവർ നമുക്ക് കിട്ടുന്നത് പ്ലഗ് വഴിയാണ്. നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുപോയിട്ട് പ്ലഗ് ചെയ്യുമ്പോൾ പവർ ഇങ്ങോട്ട് വരും. അത് ഫാനിലോട്ട് കൊടുത്താൽ കാറ്റ് കിട്ടും, ടെലിവിഷനിലോട്ട് കൊടുത്താൽ പിക്ചർ കിട്ടും, വാക്വം ക്ലീനറിലോട്ട് കൊടുത്താൽ പൊടി വലിച്ചു മാറ്റും, വാഷിംഗ് മെഷീനിലോട്ട് കൊടുത്താൽ ചെളി കഴുകിക്കളയും, അയൺ ബോക്സിലോട്ട് കൊടുത്താൽ ചൂടാകും. ഇന്ന് നമ്മളിലേക്ക് അതൊന്ന് പ്ലഗ് ചെയ്യണം. പരിശുദ്ധാത്മാവിന് ആരും ബുദ്ധി പറഞ്ഞു കൊടുക്കണ്ട. ചുളുക്കം മാറേണ്ടതാണെങ്കിൽ ചുളുക്കം മാറും, പൊടി മാറ്റേണ്ടതാണെ പൊടി മാറ്റും, സൗഖ്യമാക്കേണ്ടതാണെ സൗഖ്യമാക്കും, ബലപ്പെടേണ്ടതാണെ ബലപ്പെടും. ഇത് വ്യാപരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നുള്ളതാണ്.
ഇത് വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇത് വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. താങ്ക് യു ജീസസ്. രണ്ട് കാര്യം ആ വാക്യത്തിൽ നിന്ന് കണ്ടു. അത് പ്രാർത്ഥിക്കുമ്പോഴാണ് അറിയുന്നത്, രണ്ട് വിശ്വസിക്കുമ്പോഴാണ് അറിയുന്നത്. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ അളവ് നിശ്ചയിക്കാൻ ആർക്കും ഒക്കത്തില്ല. അതിൻ്റെ പ്രവർത്തന വിധവും നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഇതുവരെ കേരളത്തിൽ അതിൻ്റെ മുഴുവൻ അളവിൽ ഇറങ്ങിയിട്ടില്ല. വളരെ ചെറിയ അളവിലേ നാം കണ്ടിട്ടുള്ളൂ. താങ്ക് യു ജീസസ്. ഇന്ന് പഴയ നിയമത്തിലൊക്കെ ഉള്ള സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ മഹത്തരമായ ശക്തിയായത്. പഴയ നിയമത്തിൽ എവിടെയാണ് ദൈവശക്തി ഏറ്റവും ബലമായിട്ട് ഇറങ്ങിയത്? ദൈവവചനം നന്നായി പഠിക്കുന്നവർ പറയുന്നത് ചെങ്കടലിലാണെന്നാണ്. എരിഹോവിൽ ഇറങ്ങിയത് പവർ, വലിയ പവറാണ്. ചെങ്കടലിലെന്ന് പറഞ്ഞാൽ നമുക്കത് ഇമാജിൻ ചെയ്യാനൊക്കത്തില്ല. കാരണം ഒരു വലിയ പുഴ വർഷങ്ങളായിട്ട് ഒഴുകുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു കാറ്റടിപ്പിച്ചപ്പോൾ മോട്ടറടിച്ച് വെള്ളം വറ്റിക്കുകയാണെങ്കിൽ എത്ര HP മോട്ടർ വേണം, എത്ര ദിവസം അടിക്കണം? ഒരൊറ്റ രാത്രി കൊണ്ട് ആ വെള്ളം പോയിട്ട് ആ തറ ചെളിയില്ലാതെ കോൺക്രീറ്റ് റോഡായി. വചനത്തിൽ എഴുതിയിരിക്കുന്ന ഉണങ്ങിയ നിലത്തൂടെ പോയിന്നാണ്. അവിടെ വെളിപ്പെട്ട പവർ അളക്കാൻ ആരെ കൊണ്ട് പറ്റൂ? മനുഷ്യരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എത്ര മനുഷ്യർ എത്ര മണിക്കൂർ പണിയണം? ഇനി ആ റോഡിൻ്റെ വീതിയെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഇവിടുത്തെ ചെറുപ്പക്കാർക്കുണ്ടോ? ഞാൻ ഒരു കണക്ക് പറയാം. 25 ലക്ഷം ആളുകൾ ഒരു രാത്രി കൊണ്ട് കടന്നുപോയി എങ്കിൽ റോഡിൻ്റെ വീതി എത്ര? കൂട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. വേറൊരു കണക്ക് പറയാം. കുമ്പനാട് കൺവെൻഷന് ഞായറാഴ്ച പകൽ 30,000 പേര് വരും. പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ 1, 2, 3 ഡോറുകളുണ്ട്, വലിയ വാതിലുണ്ട്, ഗേറ്റ്. ഇറങ്ങിത്തീരാൻ 1 മണിക്കൂർ മതി. പോട്ടെ 2 മണിക്കൂർ. 30,000 പേര് ഒരു ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ 2 മണിക്കൂർ. 25 ലക്ഷം പേര് ഒരു ഗ്രൗണ്ടിൽ നിന്ന് കടക്കാൻ, അല്ലെങ്കിൽ ഒരു റോഡെ കടക്കാൻ എത്ര സമയം എടുക്കും? അങ്ങനെ കൂട്ടുമ്പോൾ ഈ റോഡിൻ്റെ വീതി കിട്ടാൻ പറ്റും. വേദശാസ്ത്രികളൊക്കെ പല കണക്കുകൾ എഴുതിയിട്ടുണ്ട്. ഞാനിതെല്ലാം പഠിക്കുന്നതല്ലേ, പഠിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവിടെ വെളിപ്പെട്ട ശക്തി എത്ര വലുതാണ്. നമ്മുടെ മുമ്പിലുള്ള ആവശ്യങ്ങളൊക്കെ എത്ര ചെറുതാണെന്നറിയാവോ? നമ്മുടെ മുമ്പിലുള്ള ആവശ്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. ഇന്ന് പകലിൽ ദൈവശക്തിയെ അറിയുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയെ അറിയുക. അത് വ്യാപരിക്കുന്നത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് വ്യാപരിക്കുന്നത് മിടുക്കന്മാർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് വ്യാപരിക്കുന്നത് ബുദ്ധിമാന്മാർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് വ്യാപരിക്കുന്നത് ഉന്നത കുടുംബസ്ഥർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് വ്യാപരിക്കുന്നത് മഹാന്മാർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. രക്തസ്രാവ കരുത്തിക്ക് വേണ്ടി വ്യാപരിച്ചതുപോലെ
ഇന്ന് പകലിൽ ഇവിടെ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ എല്ലാ കാര്യവും കൂടെ ഇന്നൊരു ദിവസം പഠിച്ചു തീർക്കാനൊന്നും പറ്റുകയില്ല. ഈ ഒരു കാര്യം ഒന്ന് പഠിക്കാം. അല്പസമയം ഒന്ന് മനസ്സ് ധ്യാനിച്ച് ശ്രദ്ധിക്കണേ. ശക്തി അറിയുന്നത് എങ്ങനെയാണ്? ദൈവശക്തി അറിയുന്നത് എങ്ങനെയാണ്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവശക്തി അറിയണമെങ്കിൽ അതിനൊരു മുഖാന്തരം ഉണ്ടാകണ്ടേ? സ്തോത്രം. ദൈവശക്തി അറിയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുക. ദൈവശക്തി അറിയുന്നത് എങ്ങനെയാണ്? ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു. അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു രോഗി വേണ്ടേ? എന്നാലല്ലേ ആ മരുന്നിൻ്റെ പവർ അറിയാൻ പറ്റുള്ളൂ. ദൈവശക്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ അതിനൊരു മുഖാന്തരം വേണ്ടേ? സ്തോത്രം. ഒരു വാക്യം ഓർപ്പിക്കട്ടെ. എൻ്റെ കൃപ നിനക്ക് മതി. അടുത്ത വാക്ക്, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പം ദൈവശക്തി നമ്മളിൽ വെളിപ്പെടുന്നത് നമ്മുടെ ബലഹീനതയിലാണ്. താങ്ക് യു ജീസസ്. സ്തോത്രം. വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നും പറഞ്ഞ പരിപാടിയുണ്ട്. 50 കിലോ, 75 കിലോ, 100 കിലോ ഒക്കെ എടുത്ത് പൊക്കുന്ന മസിൽമാന്മാരുണ്ട്. അപ്പോഴാണ് പവർ അറിയാൻ പറ്റുള്ളൂ. സ്തോത്രം. കൈവെട്ടിപ്പോയ പ്രൊഫസർ ജോസഫ് സാറില്ലേ, അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിനകത്തൊരു സ്റ്റോറി പറയുന്നുണ്ട്. ചിരിക്കാനല്ല, ചിന്തിക്കാനാണേ. മരത്തേന്ന് വീണ് തളർന്നു പോയൊരു മനുഷ്യൻ. നടന്ന സംഭവമാണ് ഇടുക്കിയിൽ. അന്ന് ബസ്സുകളില്ല. ഈ വീണ് തളർന്ന മനുഷ്യനെ തൻ്റെ സുഹൃത്തുക്കളായ 4 പേര് ചേർന്ന് ചുമന്നുകൊണ്ട് വരിക ഇടുക്കിയിൽ നിന്ന്. ഇറങ്ങി തൊടുപുഴ വരണം ഒരു ആശുപത്രി പോകണമെങ്കിൽ. ഇറങ്ങി കാട്ടിനകത്തൂടെ വരുമ്പം ഒരു കാട്ടാന റോഡിൽ. എത്ര നല്ല മനുഷ്യരാണേലും എന്നെ ചെയ്യാനാ? അവർ പേടിച്ചു പോയി. അവരവിടെ നിന്ന് അറിയാവുന്നൊരു പ്രാർത്ഥിച്ച് ഈശ്വര കാത്തോണേ എന്ന് പറഞ്ഞ് ആ റോഡിലോട്ട് വെച്ചേച്ച് 4 പേരും ജീവനും കൊണ്ട് ഓടി. അവർ കുറ്റക്കാരാണെന്നൊന്നും പറയരുത്, നമ്മളാണെങ്കിലും അതേ ചെയ്യത്തുള്ളൂ. അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ നോക്കി? ഉണ്ട്, ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേക്കണം. ഞാൻ ഈ പതുക്കെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. സ്തോത്രം. ഓടിപ്പോയി. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു
സുബോധം തിരിച്ചു വന്നു. ആന പോയി കാണും എന്നോർത്ത് അവർ തപ്പി നടക്കുക. ഈ വെച്ചു പോയ രോഗി വന്ന് ഇവരെ കട്ടിൽ കണ്ടുപിടിച്ചു. കട്ടിലവിടെ കിടപ്പുണ്ട്, രോഗിയില്ല. ഇവരെ ആലോചിച്ചു, ആന മാംസബുക്കല്ലല്ലോ, ആന സസ്യബുക്കല്ലേ. അപ്പം ഇവനെവിടെ പോയി? ചോരയൊന്നും കാണുന്നുമില്ല. അവരുറക്ക വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ വിളിച്ചപ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വിളി കേൾക്കുക, ഞാനിവിടെ ഉണ്ടേന്ന്. ഉടനെ അവർ ചോദിച്ചു, നീ എങ്ങനെ അവിടെ എത്തി? അവൻ പറഞ്ഞു, അതാ എനിക്കും അറിയാൻ മേലാത്ത. നിങ്ങൾ ആരേലും വന്നല്ലേ ഒന്ന് ഇറക്കണം. നടന്ന സംഭവമാണ്. പിന്നെ ഇവരൊരു വിധത്തിൽ അവനോട് പറഞ്ഞു, നീ അങ്ങോട്ട് കയറിയ പോലെ ഇങ്ങോട്ട് ഇറങ്ങി. എങ്ങനെയോ ഇറക്കി. ജോസഫ് സാറ് പറയുന്നത് എന്നാണെന്നറിയോ? ഇവനിൽ മറഞ്ഞു കിടക്കുന്ന ശക്തി പുറത്തു വരണമെങ്കിൽ ആന വരണം. ഞാനിപ്പോൾ പറയാൻ പോണത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം പകർന്ന ശക്തി അറിയണമെങ്കിൽ നിങ്ങളൊരു പ്രതിസന്ധിയിലാകണം. ഭാരതത്തിൽ പ്രതിസന്ധി ആരംഭിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടും. ശരിക്ക് വെളിപ്പെട്ടത് ഫിലിപ്പീൻ കാരാഗ്രഹത്തിലാണ്. എന്തുകൊണ്ടാ? അവിടെ അത് ആവശ്യമായിരുന്നു. ഇപ്പം നമുക്ക് ഞായറാഴ്ച കൈ കൊട്ടാൻ ഇപ്പോൾ ഉള്ള ശക്തി പോരെ, അല്ലേ? ഇപ്പോൾ ഉള്ള ശക്തി പോരെ, അത് മതി. പക്ഷെ നിന്നെ നേരിടുന്ന പ്രതിസന്ധിയെ ജയിക്കാൻ ഈ ശക്തി പോരാ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഇന്നിവിടെ വന്ന ജനത്തിന്റെ മേൽ കർത്താവേ പകരണമേ. സ്തോത്രം. ശക്തി അറിയാൻ നമ്മുടെ വീക്ക്നെസ് ആവശ്യമാണ്. നമ്മുടെ വീക്ക്നെസ് എവിടെയോ അവിടെയാണ് ശക്തി ഒഴുകുന്നത്. ഇന്ന് പകലിൽ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ അറിയുന്നുണ്ടോ? എങ്കിൽ അവിടേക്കാണ് ദൈവത്തിൻ്റെ ശക്തി ഇന്ന് അണപൊട്ടി ഒഴുകാൻ പോകുന്നത്. ഇന്നിവിടെ വന്ന മുഴുവൻ പേരും ആ ശക്തി അറിയും. സ്തോത്രം, 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 സ്തോത്രം. ഈ ശക്തി അറിയുവാൻ ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. താവേ, അത്യന്ത ശക്തി എൻ്റെ മേൽ പകരണേ എന്നൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. എനിക്ക് പകരാൻ പറ്റത്തില്ല, പക്ഷെ യേശു കർത്താവ് അത് പകരുന്നേ. സ്തോത്രം, 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 സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്കറിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഈ ജനത്തിൻ്റെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, സ്ത്രീകളുടെ മേൽ, പുരുഷന്മാരുടെ മേൽ, കുട്ടികളുടെ മേൽ, യൗവനക്കാരുടെ മേൽ, പാസ്റ്റർമാരുടെ മേൽ ഒരളവും കൂടെ, എക്സ്ട്രാ എനർജിയും കൂടെ ഇന്ന് പകലിൽ പകരണമേ. ഒരളവും കൂടെ
2024 ഏപ്രിൽ മാസത്തെക്കാൾ ഒരളവും കൂടെ കൂടിയ ശക്തി ഇന്ന് നിന്റെ ജനത്തിന്റെ മേൽ പകരണമേ, 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 പകരണമേ. നിർത്താതെ പ്രാർത്ഥിച്ചോ. ദൈവശക്തി പകരുകയാണ്, ദൈവശക്തി പകരുകയാണ്, ദൈവശക്തി പകരുകയാണ്.
Shakaramana Gadagaragadala Janatana, Adagamana Gadagaragadala Janatana, Shamdara Jalatana, Alkamana Gadagaragadala Janatana, Shamdara Jaganagadaga, Adagamana Gadagaragadala Janatana, Shamdara Jalatana, Adagamana Gadagaragadala Janatana, Adagamana Gadagaragadala Janatana, Shamdara Jagadagaragadala Janatana, എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ട് വലിയ ആത്മപകർച്ചകൾ ഈ പകലിൽ സംഭവിക്കുകയാണ്. എല്ലാവരും പരിസരം നോക്കാതെ, സന്ദർഭങ്ങൾ നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ വലിയ ആത്മപകർച്ച വെളിപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഓ റഖമ ശന്ദര ജലാധന അടഗമന ഗടഗരഗദല ജനാധന അടഗമന ഗടഗരഗദല ജനാധന ശന്ദര ജലാധന അടഗമന ഗടഗരഗദല ജനാധന ഉടമല ഗടഗരഗദല ജനാധന ശന്ദര ജലഗടഗരഗദന അടഗമന ഗടഗരഗദല ജനാധന അടഗമന ഗടഗരഗദല ജനാധന ശന്ദര ജഗന ഗടഗ അടഗമന ഗടഗരഗദല ജഗന ഗടഗരഗദല ജനാധന അടഗമന ഗടഗരഗ ഉയർന്നു വരട്ടെ, ഉയർന്നു വരട്ടെ. ഓ റികാലമന ജഗനാരികദേ റംഭേ റികദേ റികദേ ഉടവേ റികദേ റികദേ അടഗാമനഗാരികദേ ഊടാമനഗാരികദേ ശംദല ജഗനഗരികദേ ഉടവല ഗടഗ ശംദേ റികവരഗദഗരികദേ ഊടാമനഗാരികദേ റംദല ഗടഗ ശംദേ ഊടഗരഗദഗരികദേ അൽകവനഗദഗരികദേ അൽകവരഗദഗരംദേ ഊടവരഗദഗരികദേ അൽകവനഗദഗരികദേ ഊടാരഗദഗരികദേ അൽകാരികദഗരികദേ ഊടവരഗദഗരംദേ അൽകവനഗദഗരികദേ ഊടാരഗദഗരികദേ ഊടവരം തലവൈദേ റികദഗരഗദഗരംധ ഊടഗരഗദഗരികദേ അൽകവരഗദഗരികദേ ഊടഗരഗദഗരികദേ അൽകവനഗദഗരികദേ ഊടവരഗദഗരികദേ അൽകവരഗദഗരികദ ഊടവരം തലവൈദേ അൽകവനഗദഗരികദേ അൽകാരികദഗരികദേ ഊടവരം തലവൈദേ റികാലമനഗരികദ ഊടാലഗദഗരികദേ അൽകേരികദഗരികദേ ഊടഗരഗദഗരികദേ അൽകവരഗദഗരികദേ അൽകവരഗദഗരികദ ശംദലമൗദമരിക്കേ ഗാലഗരം തലവൈദേ റികവരഗദഗരികദേ അൽകവരഗദഗരികദേ ഊടവരം തലവൈദേ റികവരഗദഗരികദ ഊടാലഗദഗരികദേ ശംദലമൈദമരിക്കേ റികദഗരം തുലമൗദ റികവരഗദഗരികദേ ഊടവരഗദഗരികദേ അൽകാരഗദഗരികദേ റിമലഹംദലമൈദ റികവരഗദഗരികദേ ഷാഠാലമനഗരികദേ അർത്ഥവരഗദഗരികദേ ഊടവരഗദഗരികദ അൽകവരഗദഗരികദേ ഊടാമനഗരികദേ റംഭേലഗദഗരികദേ ഊടഗരം തലവൈദേ അർത്ഥവരഗദഗരികദേ ഈവരഗം തുലമൗദ റംതലഗദഗ ശംദേ ഈവരഗം തുലഗദഗദേ ഊടവരം തലവൈദേ ഇകാലഗദഗരികദേ ഊടവരം കവരഗദേ കാലവരം തലവൈദേ അർത്ഥവരഗദഗരികദേ ഈവലഹംദ ഇകവരഗദഗരികദേ ഊടവരം തലവൈദേ അർത്ഥവരഗദഗരികദേ ഊടാമനഗരികദേ ഊടാമനഗരികദേ ഇകാവരവരവരവേ അന്തലഗദഗരികദേ ഊടാരികദഗരികദേ ഊടാമനഗരികദ അർത്ഥാരികദഗരികദേ ഊടവരം തലവൈദേ അർത്ഥവരഗദഗരികദേ ജീവനഗദഗ ശംദേ അർത്ഥവരഗദഗരികദേ അൽകവരഗദഗരികദ ഊടവരം തലവൈദേ അർത്ഥവരഗദഗരികദേ അൽകവരഗദഗരികദേ അർത്ഥവരഗദഗരികദേ ഊടവരഗദഗരികദേ അൽകവരഗദഗരികദേ അൽകവരഗദഗരികദ ഊടവരം തലവൈശ ഈരം ചാലക്കടഗേ അർത്ഥമനഗ ശംദേ അർത്ഥപ്രൗഢമനഗ ഊടകടഗ ശംദേ അർത്ഥവരഗദഗരികദേ ഉടവരഗദഗ ശംദേ അൽകവരഗദഗരികദേ അൽകവരഗദഗരികദേ ഊടവരഗദഗരികദേ അൽകവരഗദഗരികദേ ഊടവരഗദഗരികദേ അൽകവരഗദഗരികദേ ഊടവരം തലവൈദേ അൽകവരഗദഗരികദേ ഊടവരഗദഗരികദേ അൽകവരഗദഗരികദ ഊടാമ
മനഗാ റിഗജ ശംദ റിഗജ റിഗജ കൂട മനഗാ റിഗജേ അൽകേ റിഗജേ റിഗജേ കൂട മനഗേ റിഗജേ ശംദേ റിഗജേ റിഗജേ കൂട മനഗാ റിഗജ കഥ ലമന ജഗന ജീവ രംഗ ശംദേ അൽകാ റിഗജേ റിഗജേ കൂട മനഗാ റിഗജേ അൽകേ റിഗജേ റിഗജേ കൂട മനഗാ റിഗജേ അൽകേ റിഗജേ റിഗജേ കൂട മനഗാ റിഗജേ ശംദേ റിഗജേ റിഗജേ അൽകേ റിഗജേ റിഗജേ അൽകേ റിഗജേ റിഗജേ അൽമർഹത്തുന മൗദാ ഈമൽഹത്തുന മൗദി അംദല ജഗനഗ റിഗജേ കൂട വരംതല ഗടഗ അബ്ദ പ്രൗഡ വരംതേ ഈമൽഹത്തുന മൗദാ റിഗജഗ റിഗജഗ രംതേ കൂട വരാധഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ കൂട വരംതുന വംശേ റിഗവ റിഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ കൂട വരംതല റിഗജേ അൽകവ റിഗജഗ റിഗജേ റിഗജഗ റിഗജഗ റിഗജേ കൂട വരഗജഗ റിഗജേ കൂട വരഗജഗ റിഗജ അൽകവ റിഗജഗ റിഗജേ കൂട വരംതല വൈദേ റിഗവ റിഗജഗ റിഗജേ കൂട വരംതല ഗടഗേ അൽകവ റിഗജഗ റിഗജേ അംതുല ജഗനഗ റിഗജേ കൂട വരാധഗ റിഗജേ അൽകേ റിഗജഗ റിഗജേ കൂട വരഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ കൂട വരാധഗ റിഗജേ അൽകേ മനഗേ റിഗജേ ശംദേ റിഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ കൂട വരഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ അൽകവ എല്ലാവരും എഴുന്നേറ്റ് ആരാധിച്ച് എല്ലാവരും എഴുന്നേറ്റ് ആരാധിച്ച് ആത്മശക്തിയുടെ പകർച്ച ഈ പകലിൽ സംഭവിക്കുകയാണ്. ശംദേ റിഗജേ അൽകേ കൂടബേ രംതേ റിഗജ ശമലേ അൽകേ റിഗജേ രംതോ ജഗനേ ലിബനേ ശംദേ റിഗേ കൂടബേ റിഗജേ ലിബനേ ശംദേ റിഗജേ കൂട ലമന റിഗജേ ശംദേ റിഖ ലമന ശഗദ റിഗജേ കൂടേ റിഗജേ രംതേ കൂടബേ റിഗജേ റിഗജേ റിഗജ അൽകാ മനഗാ റിഗജ ശംദല ഗടഗ ശംദേ അൽകവ റിഗജഗ റിഗജേ കൂട വരംതല വൈദേ റിഗജഗ റിഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ കൂട വന 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 റിഗജ ശംദല റിഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ കൂട വന ഗടഗ ശംദേ ഈമൽ ഹംതല മൗദാ റിഗജഗ റിഗജഗ രംതേ കൂട വന റിഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ കൂട വന റിഗജഗ റിഗജേ അൽകവ റിഗജഗ റിഗജേ കൂട മനഗാ റിഗജേ ശംദേ റിഗജേ റിഗജേ അൽകേ റിഗജേ റിഗജേ കൂട മനഗാ റിഗജേ ശംദേ റിഗജേ റിഗജേ അൽകേ റിഗജേ റിഗജേ കൂട മനഗാ റിഗജേ ഈബ രംഗ ശംദേ ഈബൽ ഖനഗ ശംദേ കൂട ഖനഗ ശംദേ അൽകാ മനഗാ റിഗജേ കൂട വരം ഥല ഖനഗേ അൽകവ റിഗജേ റിഗജേ കൂട മല ഖനഗ ശംദേ